സ്ക്വിഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം പിഴിഞ്ഞ് മാറ്റി വെക്കണം. അതിനുശേഷം ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ ചെറുതായിട്ട് തിരിങ്ങിയെടുത്ത് അതിനകത്ത് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളകിട്ട് വെള്ളം തൊടാണ്ട് ചമ്മന്തി പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞ് വയ്ക്കുക, അതുപോലെ ഇഞ്ചി നീളത്തിൽ കീറുക, പച്ചമുളക്, കറിവേപ്പില. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം ഈ ചെമന്നുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം സ്ക്വിഡ് ആഡ് ചെയ്യുക ഒരു സൈഡിൽ. അപ്പോൾ സ്ക്വിഡ് കറക്റ്റായിട്ട് കുക്കായിട്ട് അതിൻ്റെ ജലാംശം എല്ലാം വരും. അപ്പോൾ ജലാംശം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്, ലേശം മുളക് പൊടി, അതിനോടൊപ്പം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതിന് രണ്ടും കൂടെ മിക്സാക്കി ഒന്ന് കുക്കായി ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് സെൻറ്ററിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് ആവി കയറി കഴിഞ്ഞ് ഇതിനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉപ്പും എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ലേശം കുരുമുളക് പൊടി ഇട്ടാൽ നമ്മുടെ കണവ തോരൻ റെഡിയാവും. ഇനി ടേസ്റ്റ് ചെയ്യാം.